FCRI ക്രിസ്ത്യൻ സമുദായങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഉള്ള ഒരു പരിരക്ഷയായിരുന്നു വിദേശ ഫണ്ട്. അതിൻ്റെ കടക്കൽ കത്തിവെച്ചവരാണ്. പ്രധാനമന്ത്രി വന്നതിലൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വന്നിട്ട് പോകാമെന്നുള്ളതല്ലാതെ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. തിരുവല്ലയിലെ UDF സ്ഥാനാർത്ഥി വർഗീസ് മാമനാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. എത്രമാത്രം പ്രതീക്ഷയിലാണ്? രണ്ടാം ഘട്ട പ്രചരണം കഴിഞ്ഞ് അവസാനഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. നല്ല ശുഭപ്രതീക്ഷയാണ്. UDFന് വൻ വിജയം കേരളത്തിലും തിരുവല്ലയിൽ ചരിത്ര വിജയം ഉണ്ടാവും. ഇപ്പോൾ നാളെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തിരുവല്ലയിലേക്ക് വരികയാണ്. എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. വർഗീയ ചേരിതിരിവിൻ്റെ നേതാവാണ് അദ്ദേഹം. FCRI ക്രിസ്ത്യൻ സമുദായങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഉള്ള ഒരു പരിരക്ഷയായിരുന്നു വിദേശ ഫണ്ട്. അതിൻ്റെ കടക്കൽ കത്തിവെച്ചവരാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒരു കാരണവശാലും ഈ വർഗീയ ശക്തി അംഗീകരിക്കത്തില്ല. ഇവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കുട്ടിയാണ്. ഈ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. തിരുവല്ല നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മേൽക്കോയ്മയുണ്ട് സ്വാഭാവികമായിട്ടും. അത് FCRI അത് ആ വിഭാഗത്തിൻ്റെ വോട്ട് ഏത് ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്? FCRI മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന പീഡനം, മിഷണറിമാർക്ക് നേരെ നടന്ന അക്രമങ്ങൾ, പള്ളികൾക്ക് നേരെ നടന്ന അക്രമം, ഇതെല്ലാം ഇവിടെ സാമൂഹ്യ യാഥാർത്ഥ്യമായി നിലനിൽക്കെ പ്രധാനമന്ത്രി വന്നതിലൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വന്നിട്ട് പോകാമെന്നുള്ളതല്ലാതെ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. NDAക്ക് കുറച്ചുകൂടി കൂടുതൽ വോട്ട് കിട്ടാൻ സഹായകരമാകുമോ മോദി വരുന്നത്? UDFൻ്റെ ഓരോ വോട്ടും കിട്ടത്തില്ല. ഞങ്ങൾക്ക് ജയിക്കുന്നതിനപ്പുറത്തായ വോട്ട് മൃഗീയ ഭൂരിപക്ഷത്തോടെ തിരുവല്ലയിൽ UDF ജയിക്കും. കഴിഞ്ഞ ഏതാനും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF ആണ് തുടർച്ചയായി ജയിക്കുന്നത്. LDFും വലിയ പ്രചാരണമാണ് നടത്തുന്നത്. പ്രധാനപ്പെട്ട എതിരാളി ആരാണ് UDFൻ്റെ? പിണറായി വിജയനെ മൂന്നാമതൊന്ന് കൊണ്ടുവരാൻ തിരുവല്ലയിലല്ല, കേരളത്തിലെ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. തിരുവല്ലയിൽ അത് തന്നെ അതിലൊക്കെ ഉപരി തിരുവല്ലയിലെ 20 വർഷത്തെ വികസന മുരടിപ്പ്. ജനം ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതി എന്താണെന്ന് ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. ജനം മാറ്റത്തിന് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഏതായാലും വിജയിക്കും എന്ന് തന്നെ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഉജ്ജ്വല വിജയം, ചരിത്ര വിജയം ഉണ്ടാകും തിരുവല്ലയിൽ. തിരുവല്ലയിൽ UDFന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണ് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.